So hello everyone, നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് one commercial system removes SO2 emission from the smoke at 95 degrees Celsius by the following set of reaction. Okay, ആ റിയാക്ഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് SO2 plus Cl gives SO2 Cl2. പിന്നെ SO2 Cl2 plus H2O gives H2SO4 plus HCl. ഓക്കെ, ഇതൊരു സീരീസ് റിയാക്ഷൻ ആണ്, അതിങ്ങനെ പോവുകയാണ്. ഓക്കെ, H2SO4 plus CaOH twice gives CaSO4 plus H2O. നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, how many grams of CaSO4 may be produced from 3.78 grams of SO2 എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു സീരീസ് റിയാക്ഷൻ തന്നുകൊണ്ട് ഇപ്പോൾ ഹൗ മച്ച് ഗ്രാംസ് ഓഫ് CaSO4 ഇസ് പ്രൊഡ്യൂസ് ഫ്രം 3.78 grams of SO2 എന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് ആദ്യത്തെ സ്റ്റെപ്പിലത്തെ റിയാജൻറ്റിൽ നിന്നും, അതായത് ആദ്യത്തെ സ്റ്റെപ്പിലത്തെ ഈ SO2 എന്ന് പറയുന്ന റിയാജൻറ്റിൽ നിന്നും എത്രത്തോളം ഗ്രാംസ് ഓഫ് CaSO4 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പതറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സിമ്പിളാണ്, സിമ്പിൾ കോൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പും ലാസ്റ്റത്തെ സ്റ്റെപ്പും മാത്രം നോക്കുക. എന്തിനാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റത്തെ സ്റ്റെപ്പും മാത്രം നോക്കുന്നത്? കാരണം നിങ്ങളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് ഇതാണ്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം കൺസർവേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കാണ് നിങ്ങളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിലും ലാസ്റ്റത്തെ സ്റ്റെപ്പിലും നമ്മൾ നോക്കുമ്പോൾ ഏത് ആറ്റമാണ് ഈസ് ബീങ് കൺസർവ്ഡ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിലത്തെയും ലാസ്റ്റത്തെ സ്റ്റെപ്പിലത്തെയും ഏത് രണ്ട് കോമ്പൗണ്ട്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലത്തെ SO2ഉം ലാസ്റ്റത്തെ സ്റ്റെപ്പിലെ CaSO4ഉമാണ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, അല്ലേ? കാരണം അത് രണ്ട് കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലേ? ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഈ SO2ഉം CaSO4 CaSO4ലേക്ക് മാറുമ്പോൾ ഏത് ആറ്റമാണ് ഈസ് ബീങ് കൺസർവ്ഡ് ഹിയർ? നിങ്ങൾ നോക്കി നോക്കൂ, ഓക്സിജൻ ഇവിടെ കൺസർവ്ഡ് ആണോ? കാരണം ഈ ഓക്സിജൻ ഇവിടെ ഓക്സിജൻ ഉണ്ട്, അല്ലേ? SO2 plus Cl gives SO2 Cl2. ഇനി ഈ SO2 Cl2 H2നായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ പിന്നെയും ഓക്സിജൻ ആഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിലുള്ള ഓക്സിജൻ അല്ല അവസാനത്തേക്ക് വരുന്നത്, ആഡപ്പ് ചെയ്യുന്നുണ്ട് ഓക്സിജൻ ആറ്റംസ്, മനസ്സിലായോ? അപ്പോൾ ആ ഓക്സിജൻ ആറ്റം ഇൻ ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻ ദി ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഓക്സിജൻ ആറ്റംസിൻ്റെ നമ്പർ ഇവിടെ കൺസിഡർ ആവുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ആൾ നോക്കാം, സൾഫർ. നിങ്ങൾ സൾഫർ നോക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിലും സൾഫർ ആഡപ്പും ചെയ്യുന്നില്ല, റിമൂവും ചെയ്യുന്നില്ല, അല്ലേ? ബിക്കോസ് സൾഫർ ആറ്റം ഈസ് ബീങ് കൺസർവ്ഡ് ഇൻ എവരി സ്റ്റെപ്പ്, അല്ലേ? ഈ ആദ്യത്തെ സൾഫർ ആറ്റം തന്നെയാണ് ഈ ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് ആറ്റം ഈസ് ബീങ് കൺസർവ്ഡ് ഹിയർ? സൾഫർ മാത്രമാണ് ഇവിടെ കൺസർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൾഫറിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം കൺസർവേഷൻ വെച്ചിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ആറ്റം ഇൻ SO2. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ആറ്റം ഇൻ SO2 ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ഇൻ CaSO4, അല്ലേ? അങ്ങനെയാണല്ലോ, കാരണം സൾഫർ ആറ്റം ഈസ് ബീങ് കൺസർവ്ഡ് ഹിയർ. അപ്പോൾ അതിൻ്റെ മോൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് മോൾസ് ഓഫ് sulfur atom in SO2 should be equal to number of moles of sulfur in CaSO4. ഓക്കെ, CaSO4. അങ്ങനെ ഇനി നിങ്ങൾ നോക്കുമ്പോൾ സൾഫർ ആറ്റത്തിന് ഇപ്പോൾ ഒരു മോൾ SO2 ഇടുന്നെന്ന് വിചാരിച്ചോ, അതിൻ്റെ അത് എത്ര മോൾ ഓഫ് സൾഫർ ആറ്റം ഉണ്ട്? ഒരു മോൾ ഓഫ് സൾഫർ ആറ്റം അല്ലേ ഉള്ളത്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ആറ്റം ഇൻ SO2 ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് SO2 ആണല്ലോ ഹിയർ, അങ്ങനെയാണല്ലോ, ആണ്. ഇനി ലാസ്റ്റത്തെ ഇത് നോക്കൂ, CaSO4ൽ 1 മോൾ ഓഫ് CaSO4ലെ എത്ര മോൾ ഓഫ് സൾഫർ ആറ്റം ഉണ്ട്? 1 മോൾ ഓഫ് സൾഫർ ആറ്റം അല്ലേ ഉള്ളത്, ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ആറ്റം ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് CaSO4 ആണല്ലോ, ഓഫ് കോഴ്സ് ആണ്. അപ്പോൾ നമുക്കിത് മാറ്റി ഒന്ന് എഴുതിക്കൂടെ ഇക്വേഷൻ? അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് SO2 should be equal to number of moles of CaSO4 എന്ന് എഴുതിക്കൂടെ, അല്ലേ? കാരണം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് SO2 ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് CaSO4, അല്ലേ? അതിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ആറ്റം ഷുഡ് ബി ഈക്വൽ ടു ദെയർ കറസ്പോണ്ടിങ് കോമ്പൗണ്ട്സ് നമ്പർ ഓഫ് മോൾസ്, അല്ലേ? ആണല്ലോ, ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് SO2 എത്ര വരാം? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3.78 grams ഓഫ് SO2ൽ നിന്നാണ് നമ്മൾ CaSO4 പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് SO2 എത്ര വരും? 3.78 ബൈ മോളിക്കുലർ വെയിറ്റ്, അല്ലേ? അതെന്താണ് വരാം? 64, അല്ലേ? 64 ആണ് വരാം, അല്ലേ? ആണ്. അപ്പോൾ 64 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് CaSO4 എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? അതായത് അതിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് CaSO4 ആണല്ലോ, ആ കോമ്പൗണ്ടിൻ്റെ വെയിറ്റ്. അതായത് എത്ര? 136 വരും, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ weight of CaSO4 produced is equal to എത്ര വരും? 3.78 by 64 into 136 വരും. ഓക്കെ, 3.78 by 64 into 136 വരും. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 8.16 grams ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ എന്താണ് വരിക? A ആണ് വരിക. ഓക്കെ.